ടൂറിസം മേഖലയാണ്. അതും അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് ഒപ്പ് വെക്കാവുന്ന ഒരു മേഖലയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ GSDPയുടെ 10 മുതൽ 12% വരെ, അത് 15%, 20% ഉയർത്താൻ പറ്റും. അതിനുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ കേരളത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യലിന്റെ 10% പോലും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കേരളം അങ്ങോളം ഇങ്ങോളം ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഈ ടൂറിസം പൊട്ടൻഷ്യൽ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കേരളത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ യാത്ര ചെയ്താൽ പോരാ, പ്രത്യേകമായിട്ട് വയനാട് പോലെയുള്ള ജില്ലകളിലേക്ക് കയറി ചെല്ലണം, അതിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ചെല്ലണം. അപ്പോഴാണ് ആ പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് എടയ്ക്കൽ ഗുഹ പോലെ ഉള്ളിടങ്ങളിൽ വയനാട് ജില്ലയിൽ ചെന്നാല് വൈത്തിരി പോലെ, അതുപോലെ തോൽപ്പെട്ടി പോലെ ഉള്ള മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലണം. അപ്പോഴാണ് ആ ടൂറിസം പൊട്ടൻഷ്യൽ എത്ര വലിയ തോതിൽ ഉണ്ട്, അത് ഇതുവരെ ആരും ടാപ്പ് ചെയ്തില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതിശയം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ടൂറിസം പൊട്ടൻഷ്യലുള്ള സംസ്ഥാനത്തേക്ക് വലിയ സാധ്യതകൾ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ധാരാളമായിട്ട് കിട്ടും. കാരണം നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ കേരളത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യലിൽ അസൂയയോടുകൂടി സന്തോഷം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ബഹുമാനപ്പെട്ട മന്ത്രി വേണ്ട രീതിയിൽ ടൂറിസം രംഗത്ത് കയ്യൊപ്പ് ചാർത്തുന്നു എങ്കിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി ടൂറിസത്തെ മാറ്റാൻ പറ്റും. അതായത് യഥാർത്ഥത്തിൽ അക്ഷയഖനിയാക്കി ടൂറിസത്തെ മാറ്റാനുള്ള സാധ്യതകൾ കിടക്കുകയാണ്. ഇന്ധനത്തിന്റെ വകയില് കേന്ദ്രത്തിന് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എങ്ങനെയെന്നല്ലേ, കേന്ദ്രം ഇടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിലുള്ള നികുതി, അത് കഴിഞ്ഞ് സർചാർജ്, ഇത് രണ്ടും ഏറ്റവും കൂടുതൽ വീഴുന്നത് കേരളത്തിന്റെ മോളാണ്. എന്താണ് അതിന്റെ കാരണം? ദേശീയ ശരാശരി, അതായത് 1000 മനുഷ്യർക്ക് 18 വാഹനങ്ങളാണ് ഇന്ത്യയുടെ ശരാശരി. പക്ഷേ കേരളത്തില് 1000 പേർക്ക് 466 വാഹനങ്ങളാണ് ശരാശരി ഉള്ളത്. അപ്പോൾ കേരളത്തില് വെഹിക്കിൾസിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ പെട്രോളും ഡീസലും കൺസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇട്ടിരിക്കുന്ന നികുതി വളരെ കൂടുതൽ വാഹനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളീയരാണ് ഈ പറയപ്പെട്ട പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ നികുതി വഴിയായിട്ട് കേന്ദ്രത്തെ കൂടുതൽ, അതായത് ശരാശരി നോക്കുമ്പോൾ വളരെ കൂടുതൽ സേവിക്കുന്നത്. ദാറ്റ്സ് വൺ തിങ്. രണ്ടാമത് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓർമ്മപ്പെടുത്താനുള്ളത്, കേരളത്തിന് ആവശ്യമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ മാത്രമല്ല, ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളും, അതായത് നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്കും കേൾവിക്കാർക്കും അറിയാം. കാരണം ഉപഭോഗത്തിനുള്ള എല്ലാ വലിയ തോതിൽ ഉപഭോഗം നടത്തുന്നു. പക്ഷെ അതിനുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒക്കെ തന്നെ, അതായത് അത് ഭക്ഷ്യോൽപ്പന്നമാകട്ടെ, ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളാകട്ടെ, ഇലക്ട്രോണിക് ഗുഡ്സ് ആകട്ടെ, എന്തുമാകട്ടെ, സിമന്റ് ആകട്ടെ, കമ്പിയാകട്ടെ, ഏത് സാധനവുമാകട്ടെ, നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്താണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി? അവിടെ എല്ലാത്തിനും ഇന്ധന ചെലവ് വളരെ കൂടുതലാണ്. ദൂരെ നിന്ന് കൊണ്ടുവരുന്നു. അതായത് പെട്രോളിന്റെയും ഡീസലിന്റെ പ്രത്യേകിച്ചും വില, എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഡീസൽ വിലകൾ. അപ്പൊ ഈ ഡീസൽ വില ഉയർന്നു നിൽക്കുന്നു, പെട്രോളിയം വില ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വിലയിൽ വൻ കയറ്റമുണ്ടാകും. ഇനി ഒന്നും കൂടി നോക്കാം നമുക്ക്. ഇപ്പൊ എന്താണ് ഭക്ഷ്യവില? റിസർവ് ബാങ്കിന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് മോണിറ്ററി പോളിസി കമ്മിറ്റി കോവിഡ് കാലത്ത് തീരുമാനിച്ചതാണ് ഉപഭോക്തൃ വില സൂചിക 4-6 ആ റേഞ്ചിൽ നിൽക്കണം. 4%-നും 6%-നും ഇടയ്ക്കുള്ള റേഞ്ചിൽ നിൽക്കണം. അതിന് മുകളിൽ പോകാൻ പാടില്ല. പക്ഷെ കോവിഡ് കാലത്ത് ഒത്തിരി മുകളിൽ പോയിരുന്നു കേട്ടോ. പിന്നെ അതിനെ പതുക്കെ സപ്രസ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോ ഉപഭോക്തൃ വില 4.83% എത്തി നിൽക്കുകയാണ്. അതായത് അത്ര അപകടകരമല്ലാത്ത ഒരു നില. 4-നും 6-നും ഇടയ്ക്ക് നിർത്തണമെന്ന് ആഗ്രഹിച്ച മോണിറ്ററി പോളിസി കമ്മിറ്റി ഇപ്പോൾ അത്
4.83% എത്തി നിൽക്കുന്നു. പക്ഷേ ഉപഭോക്തൃ വിലയിൽ ഭക്ഷ്യവില മാത്രം പുറത്തേക്ക് എടുത്താൽ ഭക്ഷ്യവില 8.79% നിൽക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ പ്രസക്തി വളരെ വ്യക്തമാണല്ലോ. അതായത് ഇത്ര ഉയർന്ന ഭക്ഷ്യവില നിലനിൽക്കുന്ന സമയത്ത് അരി മുതൽ മറ്റു പച്ചക്കറികൾ മുതൽ പഴവർഗ്ഗങ്ങൾ മുതൽ നമുക്ക് വേണ്ട എല്ലാ ഭക്ഷ്യോപയോഗ സാധനങ്ങളും, ഒരു പക്ഷേ എഡിബിൾ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കേരളത്തിൽ കാണും. പക്ഷെ കേരളത്തിൽ പലരും സൂര്യകാന്തി പോലെയുള്ള എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അതിന്റെ വിലയിലും പഞ്ചസാര തൊട്ട് എല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവില കയറ്റം ഉയർന്നു നിൽക്കുന്നത് കേരളത്തിന് വലിയ നിരാശാജനകമാണ്. അത് മാത്രവുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം, കേരളത്തിലെ എന്താണ് പറയുക, ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ അങ്കണവാടി ടീച്ചേഴ്സിന്റെ ശമ്പളം മുടങ്ങുമെന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ കൈത്തറി മേഖലയിലുള്ളവർക്ക് ശമ്പളം ഒരുപാട് പ്രാവശ്യം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒട്ടുമിക്ക മേഖലകളും പാവപ്പെട്ടവർ അന്നം കൊടുക്കുന്ന പല മേഖലകളിലും വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷ്യവിലക്കയറ്റം അവരെ വല്ലാതെ ശ്വാസം മുട്ടിക്കും. ഇങ്ങനെ ഭക്ഷ്യവിലക്കയറ്റം ഉയർന്നു നിൽക്കുമ്പോൾ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ അത് കൃത്യമായിട്ടും ചെയ്യുകയാണ് എങ്കിൽ ഇന്ധന വിലയിൽ കുറച്ച് ഇളവുണ്ടാകും. അങ്ങനെ ഇളവുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിരിക്കും കേരള സംസ്ഥാനം, താങ്കളുടെ പ്രജകൾ എന്ന കാര്യം താങ്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി